ഒരു ആറ്റിറ്റ്യൂഡ് ഈശോയുടെ ആ ഒരു സെയിം അധ്യായത്തിൽ തന്നെയാണ് പത്രോസിന്റെ ഭവനത്തിൽ എന്ന് പറയുന്നത്. അവിടെ യേശു പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ അമ്മായിമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. അപ്പൊ ഇതില് ഈശോയുടെ ഒരു മെന്റാലിറ്റി മറ്റുള്ളവരെ സുഖപ്പെടുത്തണം. പക്ഷെ അത് സുഖപ്പെടുത്തുന്നതിൽ തന്നെ അത് തീർന്നില്ല. ആ സൗഖ്യം കൊടുത്തതിന് ശേഷം ആള് എഴുന്നേറ്റിട്ട് ബാക്കിയുള്ളവരെ പ്രത്യേകിച്ച് ഈശോനെ തന്നെ ശുശ്രൂഷിക്കാനുള്ള ഇനിഷ്യേറ്റീവിലേക്കാണ് വരുന്നത്. അപ്പൊ നമ്മൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ലോജിക്ക് എന്താ? വല്ലവരും പനി പിടിച്ച അവിടെ കിടക്കണ നീ എന്താ ഇവിടെ പണിയെടുക്ക്, ശുശ്രൂഷിക്ക്. അപ്പൊ ഈശോ ശുശ്രൂഷിക്കാൻ പറഞ്ഞാ? ഇല്ല. ഈശോ സൗഖ്യമാക്കി, ശരിക്കുള്ള സൗഖ്യം കിട്ടിയപ്പോൾ എഴുന്നേറ്റ് ശുശ്രൂഷിച്ചു. അപ്പം ഈശോയുടെ ഒരു ലോജിക്ക് ഭയങ്കര ഫോർസൈറ്റോട് കൂടിയാണ്. ഈ പനിയിൽ നിന്ന് സൗഖ്യം കിട്ടിയാൽ ഇവള് ശുശ്രൂഷിച്ചോളും.